ഹായ് ഗൈസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്, നിങ്ങളുടെ ലൈഫിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ആ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ചീറ്റ് ചെയ്യപ്പെട്ടു. ഒരു പക്ഷേ നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കാം, ആ വ്യക്തി ഇനി വീണ്ടും പഴയതുപോലെ സിൻസിയറായിട്ട് ആ വ്യക്തിക്ക് നിങ്ങളുടെ ലൈഫിൽ നിൽക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. സോ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ വീണ്ടും എങ്ങനെ ട്രസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ വ്യക്തിയെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ സ്വയം മനസ്സിലാക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നമുക്ക് ആ വ്യക്തിയെ, അല്ലെങ്കിൽ എന്തെല്ലാം പ്രവൃത്തികൾ അവരുടെ ഭാഗത്തുനിന്നും വരുന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ വിശ്വസിക്കാം എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കാര്യം, ഒരു പക്ഷേ നിങ്ങൾ ചീറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കും മനസ്സിലായി. പക്ഷേ ആ വ്യക്തി വീണ്ടും സിൻസിയറായി നിങ്ങളോട് പറയുന്നുണ്ട്, എൻ്റെ ലൈഫിൽ ഇനി ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കില്ല, അതല്ലെങ്കിൽ നിങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, ഇനി അങ്ങനെയുള്ള അഫെയറോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇനി ഒരു ചീറ്റിങ്ങിനുള്ള സാധ്യത ഉണ്ടാവില്ല എന്ന രീതിയിൽ നിങ്ങൾക്കൊരു ഉറപ്പ് നൽകുന്ന രീതിയിലാണ് അവർ കൂടുതലായിട്ട് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതൊരു സൈനായിട്ട്, ഒരു പോസിറ്റീവായിട്ടുള്ള സൈനായിട്ട് എടുക്കാം. പക്ഷേ ഇത് മാത്രം പോരാ, ഇനി പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ വ്യക്തിയെ വീണ്ടും വിശ്വസിക്കാൻ പറ്റുകയുള്ളൂ. സോ ഒന്നാമത്തെ കാര്യം, അവരുടെ ലൈഫിൽ ഇനി ഇങ്ങനെ ഒരു ചീറ്റിംഗ് സംഭവിക്കില്ല, അല്ലെങ്കിൽ മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല എന്ന രീതിയിൽ അവർ പറയുന്നു എന്നുള്ളതാണ്. രണ്ടാമതായി, അവരുടെ ഭാഗത്തുനിന്നും തീർച്ചയായും നമുക്ക് പശ്ചാത്താപം അല്ലെങ്കിൽ ഒരു കുറ്റബോധം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു മിസ്റ്റേക്ക് ചെയ്തു കഴിഞ്ഞാൽ അത് അഡ്മിറ്റ് ചെയ്യുന്ന ആളുകളിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം കാണാൻ പറ്റുള്ളൂ. അതായത് ഞാൻ ചെയ്ത ഒരു മിസ്റ്റേക്ക് ആയിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളത്. പക്ഷേ ഫുൾ ടൈം അല്ല, എന്നാലും ഇത് നമുക്ക് ആ ഒരു വ്യക്തിയിൽ നിന്നും കാണാൻ സാധിക്കും. ഒരു സിൻസിയർ ആയിട്ടുള്ള ഒരു മാറ്റമാണ്, അല്ലെങ്കിൽ സിൻസിയർ ആയിട്ടുള്ള ഒരു അഡ്മിറ്റാണ് അവർ നടത്തിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്കത് കാണാൻ സാധിക്കും. സോ രണ്ടാമതായി, അവരുടെ ഭാഗത്തു നിന്നും ഒരു പശ്ചാത്താപം അല്ലെങ്കിൽ ഒരു കുറ്റബോധം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതും ഒരു സൈനായിട്ട് തന്നെ കണക്കാക്കാം. ഇനി മൂന്നാമതായി, ഷീ ടേക്സ് റെസ്പോൺസിബിലിറ്റി. ആ വ്യക്തി റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ, അതായത് അവരുടെ ലൈഫിൽ എന്താണോ സംഭവിച്ചത്, ആ റിലേഷൻഷിപ്പിന് എങ്ങനെയാണോ ഡാമേജ് പറ്റിയത്, അതിന് അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള റെസ്പോൺസിബിലിറ്റി 100% അവർ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അതും ഒരു പോസിറ്റീവായിട്ടുള്ള സൈനാണ്. ഒരു പക്ഷേ ആ വ്യക്തിയെ വീണ്ടും നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ വീണ്ടും അത് ചീറ്റിങ്ങിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു സൈനിൽ നിന്ന് തന്നെ. അതായത് അവർ വീണ്ടും വീണ്ടും ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാതെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി, അതായത് ഒന്നുകിൽ നിങ്ങൾ അല്ലെങ്കിൽ ആരാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി, അവരിലാണ് ആ ഒരു കുറ്റം ചാർത്തിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ കാരണമാണ്, അല്ലെങ്കിൽ ഞാനല്ല റീസൺ, അല്ലെങ്കിൽ ഞാൻ അതിന് ഉത്തരവാദിയല്ല എന്ന രീതിയിലാണ് അവർ സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർ വീണ്ടും അതേ ആ ഒരു ട്രാക്കിലേക്ക് തന്നെ പോവുകയാണെന്നുള്ളത് മനസ്സിലാക്കാം. എന്നാൽ അവർ ചെയ്ത പ്രവൃത്തി അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ സംഭവിച്ച ആ ഒരു കാര്യത്തിൻ്റെ 100% റെസ്പോൺസിബിലിറ്റി അവർ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതും ഒരു പോസിറ്റീവായിട്ടുള്ള സൈനായിട്ട് തന്നെ കണക്കാക്കാം. ഇനി മറ്റൊരു പോസിറ്റീവായിട്ടുള്ള സൈനാണ്, ഒരു പക്ഷേ ആ ഒരു ചീറ്റിങ്ങിലേക്ക് നയിച്ചതിന് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടായിരിക്കും. ആ റീസൺ അവർ കണ്ടെത്തി അത് റിമൂവ് ചെയ്യാനോ, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ വീണ്ടും അവർ എഫേർട്ട് എടുത്തുകൊണ്ട് ആ ഒരു റിലേഷൻഷിപ്പ് പോസിറ്റീവായി നല്ല രീതിയിൽ ഹെൽത്തിയായി മുന്നോട്ട് പോകാൻ അവർ വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഒരു പോസിറ്റീവായിട്ടുള്ള സൈനായിട്ട് തന്നെ കണക്കാക്കാം. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ആ വ്യക്തിയിൽ നിന്നും കാണാൻ കഴിയുന്ന കുറച്ച് പ്രവൃത്തികളാണ്. സോ ഇതാണ് മറ്റൊരു സൈനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുക. ആ ഒരു ചീറ്റിങ്ങിലേക്ക്, അല്ലെങ്കിൽ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ ഉണ്ടായത്, അതിനൊരു റീസൺ ഉണ്ടായിരിക്കും. ആ റീസൺ ഫൈൻഡ് ചെയ്തുകൊണ്ട് അതില്ലാതാക്കാനോ, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ആ ഒരു റിലേഷൻഷിപ്പ് ഹെൽത്തിയായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുകയോ ചെയ്യുമെന്നുള്ളതാണ്. ഇനി പോസിറ്റീവായ മറ്റൊരു സൈൻ നോക്കാം. അത് അവരിൽ വരുന്ന ചില ബിഹേവിയറൽ ചേഞ്ചസ് ആണ്, അതല്ലെങ്കിൽ അവരുടെ ബിഹേവ് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ നിങ്ങളെ ചീറ്റിംഗ് ചെയ്യുന്ന ആ ഒരു സമയത്ത്, അവരുടെ ലൈഫിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യം ഹൈഡ് ചെയ്യാൻ ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് അവരുടെ സ്വഭാവം എൻ്റർലി ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്യാനുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ. എന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു മാറ്റം സംഭവിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവായിട്ടുള്ള സൈനായിട്ട് തന്നെ കണക്കാക്കാം. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ മറ്റൊരു സൈൻ കൂടി അവരുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാം അവർ വീണ്ടും ആ ഒരു ട്രാക്കിലേക്കല്ല പോകുന്നത്, അവർക്ക് ആ റിലേഷൻഷിപ്പ് ഹെൽത്തിയായി വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ആഗ്രഹമുണ്ട് എന്നുള്ളത്. അതാണ് അവർ ആ ഒരു നഷ്ടപ്പെട്ടു പോയ, അല്ലെങ്കിൽ ഉടഞ്ഞു പോയ ആ ഒരു ട്രസ്റ്റ് റീബിൽഡ് ചെയ്യാൻ വേണ്ടി അവർ മാക്സിമം ട്രൈ ചെയ്യും. മാത്രമല്ല നിങ്ങളോട് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടത്തുകയും ചെയ്യും. ഒരു പക്ഷേ അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന എന്തെങ്കിലും കാര്യങ്ങളിൽ നിന്ന്
ഒളിച്ചോടാനോ അല്ലെങ്കിൽ അതിൽ നിന്നും ഡൈവേർട്ടായി പോകാനൊന്നും അവർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കില്ല. എന്ത് കാര്യമാണെങ്കിലും അതൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ അവരുടെ ആ ഒരു തകർന്നു പോയ ആ ഒരു ട്രസ്റ്റ് റീബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, വീണ്ടും ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ അതെല്ലാം അവർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതും മറ്റൊരു പോസിറ്റീവായിട്ടുള്ള സൈനായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. ആ ഒരു ചീറ്റിംഗ് എന്ന് പറയുന്നത് ലൈഫിൽ സംഭവിച്ചു പോയൊരു കാര്യമാണ്. പക്ഷെ അവർ വീണ്ടും ആ ഒരു ട്രാക്കിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് അവരുടെ ഇത്രയും പ്രവൃത്തികൾ അവരുടെ ഭാഗത്തു നിന്നും കാണുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്